ഹായ് ഫ്രണ്ട്സ്, ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സിമ്പിൾ ഇലക്ട്രിക്കൽ സർക്യൂട്ട് എലമെൻറ്റ്സ് ആണ്. എലമെൻറ്റ്സ് ഓഫ് ഇലക്ട്രിക്കൽ സർക്യൂട്ട്. എലമെൻറ്റ്സ് ഓഫ് ഇലക്ട്രിക്കൽ സർക്യൂട്ട്. അപ്പോൾ ഇലക്ട്രിക്കൽ സർക്യൂട്ട് എന്ന് പറയുന്ന ടേം എന്താണ്? ഇലക്ട്രിക്കൽ സർക്യൂട്ട്, ഒരു സർക്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ ക്ലോസ്ഡ് പാത്ത് വേർ കറണ്ട് ഫ്ലോസ്. കറണ്ട് ഫ്ലോ ചെയ്യുന്ന ഒരു ക്ലോസ്ഡ് പാത്താണ്. കറണ്ട് ഫ്ലോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു കണ്ടക്ടർ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ, ഈ കണ്ടക്ടറിൽ ഇവിടെ നമ്മളൊരു ഒരു ഒരു സപ്ലൈ കൊടുത്തു. വിൽ ഡിസ്കസ് വാട്ട് ഹാപ്പൻ വെൻ, നമുക്ക് പിന്നീട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പോൾ നമ്മളിവിടെ കറണ്ട് കൊടുത്തു. കറണ്ട് കൊടുക്കാൻ വേണ്ടി നമ്മൾ ഏതെങ്കിലും ഒരു ബാറ്ററിയുടെ പോസിറ്റീവ് നെഗറ്റീവും കൊടുത്തു. കറണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ കറണ്ട് ഇവിടെ ഇങ്ങനെ ഫ്ലോ ചെയ്യില്ല. ആ കറണ്ട് ഫ്ലോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ദർ ഷുഡ് ബി എ ക്ലോസ്ഡ് പാത്ത്. ദർ ഇസ് എ കണ്ടീഷൻ. അതാണ് ദർ ഷുഡ് ബി എ ക്ലോസ്ഡ് പാത്ത്. ആ ക്ലോസ്ഡ് പാത്താണ് നമ്മുടെ സർക്യൂട്ട് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇതൊരു ക്ലോസ്ഡ് പാത്തായി. ഇപ്പോൾ ഇതിനെ എന്ത് ചെയ്യാൻ പറ്റും? കറണ്ടിന് ഫ്ലോ ചെയ്യാൻ പറ്റും. അപ്പോൾ an electric circuit is the closed path where current flows. കറണ്ട് ഫ്ലോ ചെയ്യുന്ന ഒരു ക്ലോസ്ഡ് പാത്തിനെയാണ് ഇലക്ട്രിക് സർക്യൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സിമ്പിൾ ഇലക്ട്രിക്കൽ സർക്യൂട്ടിൽ മിനിമം എന്തൊക്കെ റിക്വയർമെൻറ്റ് വേണം എന്നുള്ളത് നോക്കാം. വാട്ട് ആർ ദ മിനിമം റിക്വയർമെൻറ്റ്സ് ഫോർ ആൻ ഇലക്ട്രിക് സർക്യൂട്ട്? ഒന്ന്, ദർ ഷുഡ് ബി ആൻ എനർജി സോഴ്സ്. നമുക്ക് ഇലക്ട്രിക് കറണ്ട് ഫ്ലോ ചെയ്യണമെന്നുണ്ടെങ്കിൽ കറണ്ടിനെ സപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു എനർജി സോഴ്സ് അതിനകത്ത് നിർബന്ധമാണ്. ഒന്നുകിൽ അതൊരു സെല്ലാവാം, അതല്ലെങ്കിൽ അതൊരു ജനറേറ്റർ ആവാം, എന്ത് വേണമെങ്കിലും ആവാം. സോ ആ എനർജി സോഴ്സാണ് ഒന്നാമത്തെ കാര്യം. സോ അത് പ്രൊവൈഡ് ചെയ്യാൻ ആരെങ്കിലും വേണം. കറണ്ടിനെ പ്രൊവൈഡ് ചെയ്യാൻ ആരെങ്കിലും വേണം. വോൾട്ടേജ് പ്രൊവൈഡ് ചെയ്യാൻ ആരെങ്കിലും വേണം. അപ്പോൾ കറണ്ട് ഫ്ലോ ചെയ്യാനുള്ള വോൾട്ടേജ് പ്രൊവൈഡ് ചെയ്യുന്ന അല്ലെങ്കിൽ എനർജി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു എനർജി സോഴ്സാണ് ഫസ്റ്റ് റിക്വയർമെൻറ്റ്. രണ്ടാമത്തെ റിക്വയർമെൻറ്റ്, ഇത് ഫ്ലോ ചെയ്യാനുള്ള കണ്ടക്ടർ. രണ്ടാമത്തെ റിക്വയർമെൻ്റ് ആണ് ഇത് ഫ്ലോ ചെയ്യാനുള്ള കണ്ടക്ടർ. ഈ കണ്ടക്ടറിലൂടെയാണ് നമ്മൾ കറണ്ട് എന്ത് ചെയ്യുക? ഫ്ലോ ചെയ്യുക. മൂന്നാമത്തത്, ഈ ഫ്ലോ ചെയ്യുന്ന കറണ്ട് കൺസ്യൂം ചെയ്യാൻ വേണ്ടിയിട്ട്, ഈ ഫ്ലോ ചെയ്യുന്ന കറണ്ട് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ലോഡ്. അതൊരു റെസിസ്റ്റൻസ് ആവാം, അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ലൈറ്റ് ലോഡാവാം. ലൈറ്റ് ലോഡ് നമുക്ക് എന്താണ്? റെസിസ്റ്റൻസ് ആണ്, റെസിസ്റ്റൻസ് ലോഡ് എന്ന് പറയാം. ലൈറ്റ് ആവാം, അതൊരു ഫാൻ ആവാം, അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മോട്ടർ ആവാം. എനിത്തിങ്, ദർ ഷുഡ് ബി എ ലോഡ്. അപ്പോൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഈ ഫ്ലോ ചെയ്യുന്ന കറണ്ടിനെ കൺസ്യൂം ചെയ്യുന്ന ആളാണ്, അല്ലെങ്കിൽ എടുക്കുന്ന ആളാണ് ഈ ലോഡ് എന്ന് പറയുന്നത്. ദെൻ നാലാമത്തത് ഒരു കൺട്രോളിങ് ഡിവൈസ്. ഒരു കൺട്രോൾ ഡിവൈസ് എന്ന് പറയുന്നത് ഈ ഫ്ലോ ചെയ്യുന്ന കറണ്ടിനെ കൺട്രോൾ ചെയ്യാനുള്ള ഡിവൈസ്, വിച്ച് ഈസ് എ സ്വിച്ച്. ഈ 4 കാര്യങ്ങളാണ് ഒരു ഇലക്ട്രിക് സർക്യൂട്ടിലെ മിനിമം റിക്വയർമെൻറ്റ്സ് എന്ന് പറയുന്നത്. ദെൻ ഇതൊരു തവണ PSC ചോദിച്ച ക്വസ്റ്റ്യനാണ്, ഇലക്ട്രിക്കൽ സർക്യൂട്ടിനകത്തുള്ള മിനിമം റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയാണ്. അപ്പോൾ ഇതാണ് മിനിമം റിക്വയർമെൻറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ മിനിമം റിക്വയർമെൻറ്റ്സ് വെച്ചിട്ട് ഞാൻ ഒരു ഇലക്ട്രിക് സർക്യൂട്ട് വെച്ച് കഴിഞ്ഞാൽ, ആ ഇലക്ട്രിക് സർക്യൂട്ട് എന്ന് പറയുന്നത് ഇതിനകത്തൊരു സെല്ലുണ്ടാവും. ആദ്യം നമുക്കൊരു സെല്ല് വേണം, അല്ലെങ്കിൽ ഒരു എനർജി സോഴ്സ് വേണം. ഞാൻ പോസിറ്റീവ് നെഗറ്റീവ് എനർജി സോഴ്സ് വെച്ചു. ഇത് ഫ്ലോ ചെയ്യാനുള്ളൊരു കണ്ടക്ടർ വെച്ചു. ദെൻ ആ കണ്ടക്ടറിനെ കൺസ്യൂം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു റെസിസ്റ്റൻസ് വെച്ചു. ഒരു റെസിസ്റ്റീവ് ലോഡുണ്ട്. ഇതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു കൺട്രോളിങ് സ്വിച്ച്. ഈ പറയുന്ന കൺട്രോളിങ് സ്വിച്ച് എന്ന് പറയുന്നത് ഓപ്ഷണലാണ് കേട്ടോ. ഇന്നത്തെ PSC ക്വസ്റ്റിനകത്ത് സ്വിച്ച് ഉണ്ടായിരുന്നില്ല ഓപ്ഷനിൽ. എനർജി സോഴ്സും കണ്ടക്ടറും ലോഡും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സോ ദർ ഇസ് എൻ എനർജി സോഴ്സ്, ദാറ്റ് മീൻസ് എ സെൽ, എ റെസിസ്റ്റൻസ് ആൻഡ് എ സ്വിച്ച്. ഇതാണ് ഒരു ഇലക്ട്രിക്കൽ സർക്യൂട്ട് എന്ന് പറയുന്നത്. ഈ സ്വിച്ച് നമ്മൾ ക്ലോസ് ചെയ്യുമ്പോഴാണ് സർക്യൂട്ട് ക്ലോസ് ആവുന്നതും കറണ്ട് ഫ്ലോ ചെയ്യുന്നതും. അപ്പോൾ ഈ ഇലക്ട്രിക് കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ്. അപ്പോൾ നമ്മൾ സ്വിച്ച് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ കറണ്ട് എന്ത് ചെയ്യും? ഫ്ലോ ചെയ്യും. കറണ്ട് ഫ്ലോ ചെയ്യുന്നത് ഫ്രം പോസിറ്റീവ് ടെർമിനൽ ടു നെഗറ്റീവ് ടെർമിനൽ. ഈ ഡയറക്ഷനിൽ സെല്ലിൻ്റെ പുറത്തുനിന്ന് പോസിറ്റീവ് ടെർമിനലിൽ ഫ്ലോ ചെയ്ത് സ്വിച്ച് വഴി വന്ന് ഇതിലെ റെസിസ്റ്റൻസ് വഴി കൺസ്യൂം ചെയ്ത് തിരിച്ചെവിടെ വരും? സ്വിച്ചിൽ വരും. സോ ഇറ്റ്സ് എ ഫ്ലോ ഫ്രം പോസിറ്റീവ് ഡയറക്ഷൻ ടു നെഗറ്റീവ് ഡയറക്ഷൻ. ദിസ് ഇസ് ദ ഡയറക്ഷൻ ഓഫ് കൺവെൻഷണൽ കറണ്ട്. അപ്പോൾ കൺവെൻഷണൽ കറണ്ട് ഫ്ലോ ചെയ്യുന്നത് ഫ്രം പോസിറ്റീവ് ടെർമിനൽ ടു നെഗറ്റീവ് ടെർമിനൽ. എവിടെ? ഔട്ട്സൈഡ് ദ ബാറ്ററി.
ഇനി ഇൻസൈഡ് ദ ബാറ്ററി ആണെങ്കിൽ, ബാറ്ററിക്ക് ഉള്ളിലാണെങ്കിൽ ഇറ്റ്സ് ഫ്ലോ ഫ്രം നെഗറ്റീവ് ടെർമിനൽ ടു പോസിറ്റീവ് ടെർമിനൽ ഇൻസൈഡ് ദ സെൽ ഓർ ഇൻസൈഡ് ദ ബാറ്ററി. അപ്പോൾ ഇതാണ് കൺവെൻഷണൽ കറണ്ടിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ കൺവെൻഷണൽ കറണ്ടിൻ്റെ ഡയറക്ഷൻ ഇതാണെങ്കിൽ നമ്മുടെ കറണ്ട് കോസ് ചെയ്യുന്ന ആളെന്ന് പറയുന്നത്, കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൾ അല്ലെങ്കിൽ കറണ്ടിൻ്റെ റീസൺ എന്ന് പറയുന്നത് ഇലക്ട്രോൺ ആണ്. ആ ഇലക്ട്രോണിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഈ കൺവെൻഷണൽ കറണ്ടിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും. So the direction of electrons, so the direction of motion of electrons in a conductor is from negative terminal to positive terminal, which is opposite to the flow of current, or which is opposite to the flow of direction of conventional current. Conventional current ന്റെ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആണ് നമ്മുടെ ഇലക്ട്രോൺ ഫ്ലോ ഡയറക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കൃത്യമായിട്ട് ഓർത്തിരിക്കേണ്ട അടുത്തൊരു പോയിന്റ് ആണ്. ഇതും പലതവണ ചോദിച്ച ചോദ്യമാണ്. What is the direction of electric current? What is the direction of conventional electric current? What is the direction of electrons? So electron direction എന്ന് പറയുന്നത് നെഗറ്റീവ് ടെർമിനൽ ടു പോസിറ്റീവ് ടെർമിനൽ. The direction of conventional current is from positive terminal to negative terminal. Clear? Then അപ്പോൾ ഇതാണ് നമ്മുടെ ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്നത്. ഇലക്ട്രോൺ ഫ്ലോ ചെയ്തു കറണ്ട്. ആ കറണ്ടിനെ, ഇലക്ട്രിക് കറണ്ടിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു വാല്യൂ ഉണ്ടാവും. ആ ഇലക്ട്രിക് കറണ്ടിന് ഒരു പർട്ടിക്കുലർ എമൗണ്ട് ഉണ്ടാവും. ഇലക്ട്രിക് കറണ്ടിൻ്റെ എമൗണ്ട് 1 യൂണിറ്റ് അല്ലെങ്കിൽ 2 യൂണിറ്റ് അതല്ലെങ്കിൽ 3 യൂണിറ്റ്. അപ്പോൾ ഇത് നമ്മൾ പറയുന്ന യൂണിറ്റാണ് ആംപിയർ. ഇലക്ട്രിക് കറണ്ടിൻ്റെ യൂണിറ്റാണ് ആംപിയർ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. 1 ആംപിയർ, 2 ആംപിയർ അല്ലെങ്കിൽ 3 ആംപിയർ. ആംപിയർ ആണ് ഇലക്ട്രിക് കറണ്ടിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. ഇലക്ട്രിക് കറണ്ട് മെഷർ ചെയ്യാനുള്ള ഡിവൈസ് ആണ് അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻ്റ് ആണ് അമ്മീറ്റർ എന്ന് പറയുന്നത്. സോ 1 ആംപിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യൂണിറ്റ് കറണ്ടാണ്. ഇറ്റ്സ് മിസ്റ്റേക്ക് എടുക്കരുത്. ഇത് 1 യൂണിറ്റ് എനർജി അല്ല ഞാൻ പറഞ്ഞത്, 1 യൂണിറ്റ് കറണ്ടാണ്. 1 യൂണിറ്റ് എനർജി എന്ന് പറഞ്ഞാൽ 1 കിലോ വാട്ട് അവർ ആണ്. സോ 1 ആംപിയർ എന്ന് പറയുന്നത് ഒരു യൂണിറ്റ് കറണ്ട്, ഒരു പർട്ടിക്കുലർ യൂണിറ്റ്, നമ്മളൊരു ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. ഒരു ആംപിയർ എന്ന് പറയുന്നത് വിച്ച് ഈസ് ദ നമ്പർ ഓഫ് ഇലക്ട്രോൺസ്, 6.24 ഇൻറ്റു 10⁻18 ഇലക്ട്രോൺസ്. കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ എത്ര ഇലക്ട്രോൺ ഫ്ലോ ചെയ്യുമ്പോഴാണ് ഒരു ആംപിയർ ഉണ്ടാവുക എന്നുള്ളത് ഒരു പ്രസക്തമായ ചോദ്യമാണ്. അപ്പോൾ 6.24 ഇൻറ്റു 10⁻18 ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യുമ്പോഴാണ് നമുക്ക് ആ കണ്ടക്ടറിലൂടെ 1 ആംപിയർ കറണ്ട് ഫ്ലോ ചെയ്തു എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. സോ ദിസ് വാല്യൂ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. 1 ആംപിയർ ഓർ 1 യൂണിറ്റ് ഓഫ് കറണ്ട് ഈസ് ദ ഫ്ലോ ഓഫ് 6.24 ഇൻറ്റു 10⁻18 ഇലക്ട്രോൺസ് ത്രൂ ദ കണ്ടക്ടർ. എപ്പോൾ അത് വെറുതെ ഫ്ലോ ചെയ്താൽ പോരാ, പെർ സെക്കൻഡ്. ഒരു സെക്കൻഡിൽ 6.24 ഇൻറ്റു 10⁻18 ഇലക്ട്രോൺസിൻ്റെ ഫ്ലോയാണ് നമ്മൾ എന്ത് പറയുന്നത്, 1 ആംപിയർ ഓഫ് കറണ്ട് എന്ന് പറയുന്നത്. സോ കറണ്ടിൻ്റെ യൂണിറ്റ് ആംപിയർ പറഞ്ഞു, കറണ്ട് മെഷർ ചെയ്യാനുള്ള ഇൻസ്ട്രുമെൻ്റ് അമ്മീറ്റർ പറഞ്ഞു. 1 ആംപിയർ കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6.24 ഇൻറ്റു 10⁻18 ഇലക്ട്രോൺസ് പെർ സെക്കൻഡ് ആണെന്ന് പറഞ്ഞു. ഇനി അമ്മീറ്ററിൻ്റെ കേസിൽ ഒരു കാര്യം കൂടെ പറയുന്നു. ഒരു സർക്യൂട്ടിനകത്ത് കറണ്ട് മെഷർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അമ്മീറ്റർ നമ്മൾ കണക്ട് ചെയ്യുക ആ സർക്യൂട്ടിന് സീരീസ് ആയിട്ടാണ്. വിച്ച് മീൻസ് ഈ സർക്യൂട്ടിൻ്റെ ലോഡിന് സീരീസ് ആയിട്ട്, ലോഡിന് കണക്ട് ചെയ്തിട്ടുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു അമ്മീറ്റർ കണക്ട് ചെയ്യുക. സ്ട്രെയിറ്റ് ആയിട്ട് അതിന് സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്യുക. അതും ഓർത്തിരിക്കുക, അതും PSC ചോദിക്കുന്ന ചോദ്യമാണ്. സോ അമ്മീറ്റർ കണക്റ്റഡ് ഇൻ സീരീസ് with the load or in series with the cell or with series with the generator to measure the current. So these are all about electric current എന്ന് പറയും. ഇനി നമ്മൾ കറണ്ട് ഒരു 1 ആംപിയർ കറണ്ട് എന്ന് പറയുന്നു. 1 ആംപിയർ കറണ്ട് ചില സമയത്ത് നമുക്ക് 1 ആംപിയർ കറണ്ട് എന്നല്ല കൃത്യമായിട്ട് നമ്മൾ പറയില്ല. ഒരു ഉദാഹരണം 1000 ആംപിയർ അതല്ലെങ്കിൽ 0.0001 ആംപിയർ, 0.00 ആംപിയർ, 0.001 ആംപിയർ, ഇങ്ങനെയുള്ള ചിലപ്പോൾ ഹയർ വാല്യൂസും ചെറിയ വാല്യൂസും ഒക്കെ ഉണ്ടാകും. ഈ ഹയർ വാല്യൂസും ചെറിയ വാല്യൂസും ഒക്കെ ചില മൾട്ടിപ്ലയേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ആ മൾട്ടിപ്ലയേഴ്സ് ആണ് കിലോ ആംപിയർ. ഇതിനെ 1000 ആംപിയറിനാണ് നമ്മൾ 1 കിലോ ആംപിയർ എന്ന് പറയാം. 0.001 ആംപിയറിനാണ് നമ്മൾ 1 മില്ലി ആംപിയർ എന്ന് പറയുന്നത്. അതേപോലെ ചില മൾട്ടിപ്ലൈസ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. 1000 ആംപിയറിന് എനിക്ക് എന്ത് എഴുതാം, 10⁻³ എന്നാണ് എഴുതുന്നത്. 1000 ആംപിയറിനെ 1 ഇൻറ്റു 10⁻³ ആണ് 1000 ആംപിയർ എന്ന് പറയുന്നത്. 10⁻³ എന്ന് പറഞ്ഞാൽ 10 3 0. 1 ഇൻറ്റു 10⁻³ ആണ് 0.001. 0.001 എന്ന് പറഞ്ഞാൽ 0യ്ക്ക് അപ്പുറത്ത് 3 ഡെസിമൽ പോയിൻറ്റ്സ് ഉണ്ടാവും. സോ ദിസ് ഇസ് എ 10⁻³, ദിസ് ഇസ് 10⁻³ ഇതിനെയാണ് മൾട്ടിപ്ലയേഴ്സ് എന്ന് നമ്മൾ
മാത്സിൽ പറയാം. സോ ആ മൾട്ടിപ്ലയേഴ്സിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ കിലോ ആംബിയർ, മില്ലി ആംബിയർ, മൈക്രോ ആംബിയർ എന്നൊക്കെ പറയും. സോ ആ ഒരു മൾട്ടിപ്ലയറിൻ്റെ റേഞ്ച് അല്ലെങ്കിൽ മൾട്ടിപ്ലയറിൻ്റെ വാല്യൂസ് നമുക്കറിയാൻ ഇമ്പോർട്ടൻ്റ് ആണ്. 1 കിലോ ആംബിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10⁻3. 1 മെഗാ ആംബിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10�6. 1 മെഗാ ആംബിയർ എന്നുള്ള റേഞ്ചിൽ കറണ്ട് വരാറില്ല. ഞാനിപ്പോൾ ഇത് മൾട്ടിപ്ലയർ മാത്രം പറയുന്നതുകൊണ്ട് ഞാൻ ഈ ആംബിയർ എന്ന് പറഞ്ഞ് ഒഴിവാക്കി ജനറലായിട്ട് മൾട്ടിപ്ലയർ പറയാം. പല ടേമുകൾ നമ്മൾ പറയുമ്പോൾ റെസിസ്റ്റൻസ് പറയുമ്പോഴും കറണ്ട് പറയുമ്പോഴും മറ്റു പല ടേമുകൾ പറയുമ്പോഴും ഈ മൾട്ടിപ്ലൈസ് യൂസ് ചെയ്യാറുണ്ട്. സോ ഞാൻ ജനറലി മൾട്ടിപ്ലയർ മാത്രം പറയാം. മെഗാ ആംബിയർ റേഞ്ചിൽ നമ്മൾ കറണ്ട് എവിടെയും പറയാറില്ല കേട്ടോ. കിലോ 1 കിലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10⁻3. 1 മെഗാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10�6 നോർമലി ഫോർ റെസിസ്റ്റേഴ്സ്. 1 മില്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മില്ലി സ്മോൾട്ടർ ആണ്. 1 മില്ലി എന്ന് പറഞ്ഞാൽ 10⁻3. 1 മൈക്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10⁻6. 1 നാനോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10⁻9. അറ്റ്ലീസ്റ്റ് ഇത്രയും റീഡിങ്സ് നിങ്ങൾ ഓർത്തിരിക്കുക. നമ്മൾ ഇലക്ട്രിക്കൽ ഇത്രയും വാല്യൂസാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുക. അതിൽ ഈ പറഞ്ഞ ആദ്യത്തെ 4 നാനോയും നമ്മൾ അധികം ഉപയോഗിക്കാറില്ല. ഈ 4 ഏറ്റവും കൂടുതലായിട്ട് കാൽക്കുലേഷൻസിലും പല സ്ഥലത്തും യൂസ് ചെയ്യാറുള്ളത്. സോ 1 കിലോ ആംബിയർ എന്ന് പറഞ്ഞാൽ 10⁻3 ആംബിയർ ആണ്. പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് ഈ കിലോ ആംബിയറിനെ നമ്മൾ ആംബിയറിലേക്ക് കൺവേർട്ട് ചെയ്യുക, അല്ലെങ്കിൽ മൈക്രോ ആംബിയറിനെ ആംബിയറിലേക്ക് കൺവേർട്ട് ചെയ്യുക, മില്ലി ആംബിയറിനെ ആംബിയറിലേക്ക് കൺവേർട്ട് ചെയ്യുക. ഈ രീതിയിൽ കൺവേർട്ട് ചെയ്തതിന് ശേഷം മാത്രമേ ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ കൃത്യമായി ആൻസർ കിട്ടില്ല. അതൊക്കെ നമ്മൾ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. സോ ഇതാണ് മൾട്ടിപ്ലൈസ് എന്ന് പറയുന്നത്. ഈ മൾട്ടിപ്ലൈസിൻ്റെ ടേമിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കറണ്ടിൻ്റെ വാല്യൂസ്, ഹയർ വാല്യൂസും ലോവർ വാല്യൂസും റെപ്രസെൻ്റ് ചെയ്യും. അപ്പോൾ ഇതാണ് ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇലക്ട്രിക് കറണ്ട് ഫ്ലോ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ സർക്യൂട്ടിലേക്ക് വരിക. ഇലക്ട്രിക് കറണ്ട് ഫ്ലോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ സ്വിച്ച് ഇടണമെന്ന സമയത്ത് ഇവിടെയുള്ള ഈ പോസിറ്റീവ് പ്ലേറ്റിലുള്ള ഇലക്ട്രോൺസ്, പോസിറ്റീവ് പ്ലേറ്റിലുള്ള അല്ലെങ്കിൽ നെഗറ്റീവ് പ്ലേറ്റിലുള്ള ഇലക്ട്രോൺസിൻ്റെ മൂവ്മെൻറ്റാന്ന് പറഞ്ഞു. നെഗറ്റീവ് പ്ലേറ്റിലെ ഇലക്ട്രോൺസ് എന്ത് ചെയ്യും, ഇങ്ങോട്ട് മൂവ് ചെയ്യും. പോസിറ്റീവ് പ്ലേറ്റ് എന്നല്ല, നെഗറ്റീവ് നിന്നാണ് നമ്മൾ ഇലക്ട്രോൺ സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞു. നെഗറ്റീവ് പ്ലേറ്റിലെ ഇലക്ട്രോൺസ് എന്ത് ചെയ്യും, പുറത്തേക്ക് പോയിട്ടാണ് നമുക്ക് കറണ്ട് ഡയറക്ഷൻ പോസിറ്റീവ് നെഗറ്റീവിലേക്ക് വരുന്നത്. അപ്പോൾ ആ നെഗറ്റീവ് ടെർമിനലിലുള്ള ഇലക്ട്രോൺസ്, നെഗറ്റീവ് ടെർമിനൽ ആവാനുള്ള കാരണം ഇലക്ട്രോണിൻ്റെ ചാർജ് നെഗറ്റീവാണ്. ഇലക്ട്രോണിൻ്റെ ചാർജ് നെഗറ്റീവ് ആയതുകൊണ്ട് തന്നെ ഇലക്ട്രോണിൻ്റെ ആ ടെർമിനലിൽ ഇലക്ട്രോണിൻ്റെ എണ്ണം കൂടുതലാണ്. അവിടെ നിന്ന് ആ നെഗറ്റീവ് ടെർമിനലിൽ നിന്ന് ഈ ഒരു പോയിന്റിൽ നിന്ന് ഇലക്ട്രോൺ പുറത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ആരെങ്കിലും ഒരാൾ അതിനെ തള്ളിക്കൊടുക്കണം, അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ അതിനെ പുഷ് ചെയ്യണം. ആരെങ്കിലും ഒരാളെ തള്ളിക്കൊടുക്കണമെങ്കിൽ ഒരു ഫോഴ്സ് യൂസ് ചെയ്യണം. ആ ഫോഴ്സിനെ നമ്മൾ പറയുന്ന പേരാണ് ഇലക്ട്രോ മോട്ടീവ് ഫോഴ്സ്, അല്ലെങ്കിൽ EMF. EMF അല്ലെങ്കിൽ ഇലക്ട്രോ മോട്ടീവ് ഫോഴ്സ്. ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ഫോഴ്സ് ടു ഡ്രൈവ് ദ ഫ്രീ ഇലക്ട്രോൺസ് ഇൻ ദ ക്ലോസ്ഡ് പാത്ത് ഓഫ് ഇലക്ട്രിക് സർക്യൂട്ട്. ഇത് ഇലക്ട്രിക് കറണ്ടിൻ്റെ ഫ്ലോയ്ക്ക് വേണ്ടിയിട്ടുള്ള ഇലക്ട്രോൺസിനെ ഡ്രൈവ് ചെയ്യുന്ന ഫോഴ്സിനെ പറയുന്ന പേരാണ് EMF എന്ന് പറയുന്നത്. ഈ ഫോഴ്സാണ് ഇലക്ട്രോണിനെ ഡ്രൈവ് ചെയ്യിക്കുന്നത്. ഈ ഫോഴ്സ് കൊണ്ട് ഡ്രൈവ് ചെയ്യുന്ന ഇലക്ട്രോണാണ് നമുക്ക് ആരെ തരുന്നത്, ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്ന പ്രോപ്പർട്ടി വരുന്നത്. ദെൻ അപ്പോൾ ഈ EMF എന്ന് പറയുന്ന ടേമിനെയാണ്, ഈ ഒരു ഫോഴ്സിനെയാണ് നമ്മൾ EMF എന്ന് പറഞ്ഞ ടേം കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുക. ഈ EMFനെയാണ് നമ്മൾ വോൾട്ട് എന്ന് പറയുന്ന യൂണിറ്റ് കൊണ്ട് മെഷർ ചെയ്യുന്നത്. ആ മെഷർ ചെയ്യാനുള്ള ഇൻസ്ട്രുമെൻ്റ് ആണ് വോൾട്ട് മീറ്റർ എന്ന് പറയുന്നത്. സോ ദിസ് ഇസ് ദ EMF. ദെൻ ഇനി ഈ ഒരു സെല്ലെടുക്കാം. ഈ സെല്ലിൽ ഇനീഷ്യലി ഇതിനൊരു ഫോഴ്സ് ഉണ്ടാവും, EMF. ആ EMFൻ്റെ വാല്യൂ നമ്മൾ നോർമലി നമ്മുടെ ക്ലോക്കിൽ യൂസ് ചെയ്യുന്ന സെല്ലാണെങ്കിൽ 1.5 വോൾട്ട് ആണെന്ന് വിചാരിക്കുക. ആ 1.5 വോൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ യൂണിറ്റ് റെപ്രസെൻറ്റ്സ്, ഇറ്റ്സ് എ വാല്യൂ റെപ്രസെൻറ്റ്സ് ഹൗ മച്ച് ഇറ്റ് ക്യാൻ അപ്ലൈ ദ ഫോഴ്സ്, എത്ര ഫോഴ്സ് അതിന് അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ആ 1.5 കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കുറേ കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്ലോക്കിലെ ബാറ്ററി നമ്മൾ റീപ്ലേസ് ചെയ്യും. വൈ? കുറച്ച് കാലം കഴിഞ്ഞാൽ അതിനകത്ത് എനർജി ഇല്ല, എനർജി തീരും. അപ്പോൾ നമ്മൾ ഫ്ലോ ചെയ്യുന്നതിന്, ഈ ഫോഴ്സ് കൊടുക്കുന്നതിനനുസരിച്ച് ഇതിനെന്ത് ചെയ്തുകൊണ്ടിരിക്കും, കുറഞ്ഞുകൊണ്ടിരിക്കും. ഇതിൻ്റെ എനർജി കുറഞ്ഞുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ ഈ ഒരു EMFൻ്റെ വാല്യൂ കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ സർക്യൂട്ടിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യുന്ന സമയത്ത് ഇനീഷ്യലി നമ്മൾ ഉണ്ടായിരുന്ന EMF അതിനകത്ത് ഉണ്ടാവില്ല. ഇപ്പോൾ സർക്യൂട്ടിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യുന്ന സമയത്തുള്ള ആ ഒരു സമയത്തുള്ള ഇതിൻ്റെ ഇടയിലുള്ള ഈ ഒരു വോൾട്ടേജ് ഡിഫറൻസിനെ പറയുന്ന പേരാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്. പൊട്ടൻഷ്യൽ ഡിഫറൻസ്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് the EMF when the flow of current, after the flow of current. കറണ്ട് ഫ്ലോ ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ ആ EMFൻ്റെ ആ പിന്നീട് നമ്മൾ ആ EMFൻ്റെ പറയുന്ന പേര് EMF എന്ന് പറയില്ല, പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്നേ പറയുള്ളൂ.
പ്രാക്ടിക്കലായിട്ട് നമ്മൾ സിമ്പിളായി പറഞ്ഞു കഴിഞ്ഞാൽ ബാറ്ററിക്ക് ക്ലോക്കിന് പുറത്ത് നമ്മൾ ആ ബാറ്ററി വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ സെല്ല് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് അതിനെത്ര ഇ എം എഫ് ഉണ്ട്, സമയത്ത് അതിനെത്ര ഫോഴ്സ് ഡ്രൈവ് ചെയ്യാൻ പറ്റും, ആ ഫോഴ്സിനെ നമ്മൾ എന്ത് പറയും, ഇ എം എഫ് എന്ന് പറയും. പക്ഷേ നമ്മളത് ക്ലോക്കിൽ ഇട്ട് കഴിഞ്ഞാൽ ക്ലോക്ക് ഓടി തുടങ്ങി, സോ ആ സമയത്തുള്ള ഇ എം എഫിനെയാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഓൾവേസ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇസ് ലെസ് ദാൻ ഇ എം എഫ്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇ എം എഫിനേക്കാളും ചെറുതായിരിക്കും. ഇ എം എഫ് ഇതിന് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ആണ്, പൊട്ടൻഷ്യൽ ഡിഫറൻസ് അതല്ല, പ്രസൻ്റ് ആണ്. So this is the difference between EMF and potential difference. But EMFിൻ്റെയും പൊട്ടൻഷ്യൽ ഡിഫറൻസിൻ്റെയും യൂണിറ്റ് രണ്ടും ഒന്ന് തന്നെയാണ്, വോൾട്ട് തന്നെയാണ്. അത് മെഷർ ചെയ്യാനുള്ള ഇൻസ്ട്രുമെൻറ്റും രണ്ടും ഒന്ന് തന്നെയാണ്, വോൾട്ട് മീറ്ററാണ്. അതെങ്ങനെ എപ്പോൾ മെഷർ ചെയ്താൽ അത് ഇ എം എഫ് ആവും, എപ്പോൾ മെഷർ ചെയ്താൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആവുമെന്ന് ഞാൻ ഈ പറഞ്ഞത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. വോൾട്ടേജ് നമ്മൾ ഈ പറയുന്ന പോലെ ഈ മെഗാ കിലോ മില്ലി എന്ന് പറയുന്ന റേഞ്ച് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുക. വോൾട്ട് മീറ്റർ നമ്മൾ നേരത്തെ അമ്മീറ്റർ പറഞ്ഞിരുന്നു, ഒരു ഇൻസ്ട്രുമെൻറ്റിൽ വോൾട്ട് മീറ്റർ അമ്മീറ്റർ കണക്ട് ചെയ്യുന്നത് അതിന് സീരീസ് ആയിട്ടാണ്. പക്ഷേ എനിക്ക് ഇവിടുത്തെ ഈ സെല്ലിൻ്റെ ഇ എം എഫ് ആണ് മെഷർ ചെയ്യേണ്ടതെങ്കിൽ ഇതിന് പാരലായിട്ടായിരിക്കും നമ്മൾ ഈ വോൾട്ട് മീറ്റർ സർക്യൂട്ടിനകത്ത് കണക്ട് ചെയ്യുന്നത്. സോ ദാറ്റ്സ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ അമ്മീറ്റർ ആൻഡ് വോൾട്ട് മീറ്റർ കണക്ഷൻ. വോൾട്ട് മീറ്റർ കണക്ട് ചെയ്യുന്നത് അമ്മീറ്റർ കണക്ട് ചെയ്യുന്നത് തമ്മിലുള്ള ഡിഫറൻസ് അതാണ്. ക്ലിയർ? ദെൻ ദിസ് ഇസ് ദ ടേം voltage or potential difference and EMF. Then next thing is ഇതുമായി ബന്ധപ്പെട്ട അടുത്തൊരു എലമെൻ്റ് ആണ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു പ്രോപ്പർട്ടിയാണ്, ഒരു സബ്സ്റ്റൻസിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ്. ഇസ് എ പ്രോപ്പർട്ടി ഓഫ് എ സബ്സ്റ്റൻസ് ഓർ എ പ്രോപ്പർട്ടി ഓഫ് എ മെറ്റീരിയൽ വിച്ച് ഒപ്പോസസ് ദ ഫ്ലോ ഓഫ് കറണ്ടിനെ ഫ്ലോ ചെയ്യുന്നതിനെ ഒപ്പോസ് ചെയ്യുക, എതിർക്കുക. ഇപ്പോൾ നമ്മൾ ഇതിനകത്ത് ഈ കണ്ടക്ടറിൽ കൂടെ കറണ്ട് പാസ് ചെയ്യുന്നുണ്ട്. കറണ്ട് പാസ് ചെയ്യുന്ന സമയത്ത് കൂളായിട്ട് പാസ് ചെയ്യാൻ പറ്റുന്നതിന് പകരം ഇതിനെ ആരെങ്കിലും ഒരാൾ പിടിച്ച് വെക്കുകയാണ്. തള്ളുന്ന ആളാണ് അതിനെ സപ്പോർട്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ തള്ളുന്ന ആളാണ് ഇ എം എഫ് കൊടുത്തു കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഇ എം എഫിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും, കറണ്ട് ഫ്ലോ ചെയ്യും. ആ പോകുന്ന ഇലക്ട്രോൺസിന് ആരെങ്കിലും ഒരാൾ പിടിച്ച് വെക്കാനുണ്ടെന്ന് വിചാരിക്കുക. ആ പോകുന്ന ഇലക്ട്രോൺസിന് ഒരു കൺട്രോൾ ചെയ്യാനാരുണ്ടെങ്കിലും വിചാരിക്കുക, അതിനൊരു റെസിസ്റ്റ് ചെയ്യാനാളുണ്ടെങ്കിലും വിചാരിക്കുക. ആ പ്രോപ്പർട്ടി നമ്മൾ പറയുന്ന പേരാണ് റെസിസ്റ്റൻസ്. അത് ഓഫർ ചെയ്യുന്ന സബ്സ്റ്റൻസുകളാണ് റെസിസ്റ്റർ എന്ന് പറയുന്നത്. So resistance is the property of a material by which it opposes the flow of electric current. Electric currentനെ oppose ചെയ്യുന്ന പ്രോപ്പർട്ടിയാണ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. സോ ഈ റെസിസ്റ്റൻസിൻ്റെ യൂണിറ്റ്, റെസിസ്റ്റൻസ് മെഷർ ചെയ്യുന്ന യൂണിറ്റ് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഓം. ഇത് മെഷർ ചെയ്യാനുള്ള ഇൻസ്ട്രുമെൻറ്റിൻ്റെ പേരാണ് ഓം മീറ്റർ. റെസിസ്റ്റൻസ് മെഷർ ചെയ്യുന്നത് ഓം മീറ്റർ അല്ലെങ്കിൽ മൾട്ടിമീറ്റർ വെച്ച് നമുക്ക് റെസിസ്റ്റർ മെഷർ ചെയ്യാൻ പറ്റും. ദെൻ ഈ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ റെസിസ്റ്റർ എന്ന് പറയുന്നത് നമ്മുടെ ഇലക്ട്രിക്കലിൽ വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഓം മീറ്റർ, മൾട്ടിമീറ്റർ, റെസിസ്റ്റൻസുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ ഡീറ്റെയിൽസ് നമുക്കൊരു വലിയൊരു ടോപ്പിക് തന്നെയാണ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. റെസിസ്റ്റൻസും അതിൻ്റെ ലോ ആരൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നു, അതിനകത്ത് ടൈപ്പ് ഓഫ് റെസിസ്റ്റൻസ് എന്തൊക്കെ, പല ടൈപ്പ് റെസിസ്റ്റൻസ് ആരൊക്കെ ഏതൊക്കെ റെസിസ്റ്റൻസുകളുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇപ്പോൾ ഇത്രയും ഓർത്തിരിക്കുക. ദിസ് ഈസ് ദ പ്രോപ്പർട്ടി ഓഫ് മെറ്റീരിയൽ വിച്ച് ഓപ്പോസസ് ദ ഫ്ലോ ഓഫ് കറണ്ട്. അതിൻ്റെ യൂണിറ്റ് ഓം ആണ്. അതിന് മെഷർ ചെയ്യാനുള്ള ഇൻസ്ട്രുമെൻറ്റ് ഓം മീറ്ററാണ്. അതല്ലെങ്കിൽ വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് മെഷർമെൻറ്റ്സ് നമുക്ക് യൂസ് ചെയ്യാറുണ്ട്. വിൽ ഡിസ്കസ് ഇറ്റ് ലേറ്റർ. അപ്പോൾ ഇത്രയാണ് 3 പ്രധാനപ്പെട്ട ടേമുകളെന്ന് പറയുന്നത്. ദെൻ അടുത്ത ഒരു ടേം എന്ന് പറയുന്നത് നെക്സ്റ്റ് ഒരു എലമെൻ്റ് എന്ന് പറയുന്നത് സർക്യൂട്ടായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കണ്ടക്റ്റൻസ്. റെസിസ്റ്റൻസിൻ്റെ ഇൻവേഴ്സ് അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ടേമിനെ പറയുന്ന പേരാണ് കണ്ടക്റ്റൻസ്. കണ്ടക്റ്റൻസ് ഈസ് ദ ഈസി അല്ലെങ്കിൽ റെസിസ്റ്റൻസ് എന്നാണ് നമ്മൾ പറഞ്ഞത് ഫ്ലോ ഓഫ് കറണ്ടിനെ റെസിസ്റ്റ് ചെയ്യുന്ന ആൾ. അപ്പോൾ ഫ്ലോ ഓഫ് കറണ്ട് റെസിസ്റ്റ് ചെയ്യുന്നതിന് പകരം സപ്പോർട്ട് ചെയ്യുന്ന ആൾ, അതിനെ ഫ്ലോ ഓഫ് കറണ്ടിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളിനെ അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്ന പ്രോപ്പർട്ടി പറയുന്ന പേരാണ് കണ്ടക്റ്റൻസ്. കണ്ടക്ടറിനെ കറണ്ട് ഫ്ലോ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രോപ്പർട്ടി, ദാറ്റ് ഈസ് കോൾഡ് കണ്ടക്റ്റൻസ്. ഇറ്റ് ഈസ് ദ റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റൻസ്. റെസിസ്റ്റൻസിൻ്റെ ഇൻവേഴ്സ് ആണ് ആര്, കണ്ടക്റ്റൻസ് എന്ന് പറയുന്നത്. കണ്ടക്റ്റൻസ് റെപ്രസെൻറ്റ് ചെയ്യുന്ന ലെറ്റർ ജി ആണ്. ജി ഈസ് ഈക്വൽ ടു 1/R. നമ്മൾ റെസിസ്റ്റൻസിൻ്റെ യൂണിറ്റ് എന്തെങ്കിലും പറഞ്ഞിരുന്നത് ഓം ആണ്. സോ റെസിസ്റ്റൻസിൻ്റെ യൂണിറ്റ് ഓം ആയിരുന്നു, ബട്ട് കണ്ടക്റ്റൻസിൻ്റെ യൂണിറ്റ് അത് റിവേഴ്സ് ചെയ്യുന്ന സമയത്ത് റിവേഴ്സ് റീഡിങ് ചെയ്യുക മോ അല്ലെങ്കിൽ സീമെൻസും ഇതിൻ്റെ ഒരു യൂണിറ്റാണ്. സീമെൻസ് ഈസ് അനദർ യൂണിറ്റ് ഓഫ് കണ്ടക്റ്റൻസ്. ക്ലിയർ? ദെൻ ഇത്രയാണ്
നമ്മുടെ ബേസിക് എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വളരെയധികം ഓർമ്മയുള്ള കാര്യങ്ങൾ തന്നെയാണ്, ഞാനൊന്ന് റിവൈൻഡ് ചെയ്തെന്നുള്ളൂ. പക്ഷെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 സാധനങ്ങൾ ഞാൻ ഇതിനകത്തേക്ക് ആഡ് ചെയ്യണം. ഒന്ന്, നമ്മൾ 3 യൂണിറ്റുകൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. കറണ്ടിൻ്റെ യൂണിറ്റാണ് ആംബിയർ, വോൾട്ടേജിൻ്റെ യൂണിറ്റാണ് വോൾട്ട്, റെസിസ്റ്റൻസിൻ്റെ യൂണിറ്റാണ് ഓം. 1 ആംപിയർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഫ്ലോ ഓഫ് 6.24 × 10⁻18 ഇലക്ട്രോൺസ് പെർ സെക്കൻഡ്സ് എന്ന് നമ്മൾ മുമ്പ് പറഞ്ഞതാണ്. 1 വോൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ഓം റെസിസ്റ്റൻസിലൂടെ 1 ആംപിയർ കറണ്ട് പാസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വോൾട്ടേജാണ് ഓം എന്ന് പറയുന്നത്. 1 വോൾട്ട് സപ്ലൈ ചെയ്യുന്ന സമയത്ത് 1 ആംപിയർ റെസിസ്റ്റൻസ് കറണ്ട് പാസ് ചെയ്യുന്ന സമയത്തുള്ള റെസിസ്റ്റൻസ് ആണ് 1 ഓം എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെ നമുക്ക് ഡെഫിനിഷൻ പല രീതിയിൽ നമുക്ക് ഇതിൻ്റെ 3 കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. ബട്ട് there is an international definition for these 3 units. ആംബിയറിന് ഒരു ഇൻ്റർനാഷണൽ ഡെഫിനിഷൻ ഉണ്ട്, വോൾട്ടിന് ഒരു ഇൻ്റർനാഷണൽ ഡെഫിനിഷൻ ഉണ്ട്, ഓമിന് ഒരു ഇൻ്റർനാഷണൽ ഡെഫിനിഷൻ ഉണ്ട്. ആംബിയറിന് ഒരു ഡെഫിനിഷൻ നമ്മൾ പറഞ്ഞു, ഇറ്റ്സ് എ ഫ്ലോ ഓഫ് 6.24 × 10⁻18 ഇലക്ട്രോൺസ്. അപ്പോൾ നമുക്ക് ഇൻ്റർനാഷണൽ ഓമിൻ്റെ എന്താണ് ഇൻ്റർനാഷണൽ ഓമിൻ്റെ ഡെഫിനിഷൻ എന്ന് നോക്കാം. വാട്ട് ഈസ് ദ ഡെഫിനിഷൻ ഓഫ് ഓം? ഇറ്റ് ഈസ് ദ റെസിസ്റ്റൻസ് ഓഫേർഡ്. ഓം എന്ന് പറയുന്ന റെസിസ്റ്റൻസിൻ്റെ യൂണിറ്റ് ആണ്. സോ ഇറ്റ് ഇസ് ദ റെസിസ്റ്റൻസ് ഓഫേർഡ് ടു ആൻ അൺവാരിയിങ് കറണ്ട്. അൺവാരിയിങ് കറണ്ട് എന്ന് പറഞ്ഞാൽ സപ്പോസ് ഇപ്പോൾ നിങ്ങൾ ഡി സി കറണ്ട് എന്ന് ഓർത്തിരിക്കുക. നമ്മൾ കൂടുതൽ ഡിസ്കസ് ചെയ്യാത്തത് കൊണ്ടാണ് ഞാൻ തൽക്കാലം ഡി സി കറണ്ടാണ് അൺവാരിയിങ് കറണ്ട് എന്ന് പറയുന്നത്. ഒരു അൺവാരിയിങ് കറണ്ട്, റെസിസ്റ്റൻസ് ഓഫേർഡ് ടു അൺവാരിയിങ് കറണ്ട് ബൈ ആര്? എ കോളം ഓഫ് മെർക്കുറി. A column of mercury at the temperature of melting of ice, which is 0 degrees Celsius, and its weight is 14.4521 gram in mass of constant cross section area, which is 1 square mm, and 106.3 centimeter length. അതായത് 14.4121 ഗ്രാം മാസും 1 സ്ക്വയർ mm ക്രോസ് സെക്ഷൻ ഏരിയയും 106.3 സെൻറ്റിമീറ്റർ ലെങ്ത്തുള്ള ഒരു മെർക്കുറി കോളം 0 ഡിഗ്രി സെൽഷ്യസിൽ ഓഫർ ചെയ്യുന്ന റെസിസ്റ്റൻസിനെയാണ് ഓം എന്ന് പറയുന്നത്. ഈ ഡെഫിനിഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരുന്നേ പറ്റുള്ളൂ. കാരണം ഈ പറയുന്ന വാല്യൂസും റെസിസ്റ്റൻസിൻ്റെ വാല്യൂ എല്ലാം എക്സാമിന് ചോദിക്കുന്നതാണ്. കുറച്ച് ഡിഫിക്കൽട്ടാണ്, എന്നാലും ഇത് ഓർത്തിരുന്നേ പറ്റുള്ളൂ. യു ഷുഡ് നോ ദാറ്റ്. സോ 1 ഇൻ്റർനാഷണൽ ഓം ഇസ് ദ റെസിസ്റ്റൻസ് ഓഫേർഡ് ടു ആർക്കെതിരെ? ടു എ ഡി സി സോഴ്സ്. ആര്? ബൈ എ കോളം ഓഫ് മെർക്കുറി അറ്റ് ദ ടെമ്പറേച്ചർ ഓഫ് മെൽറ്റിംഗ് ഓഫ് ഐസ്. അങ്ങനെ തന്നെയാണ് ഡെഫിനിഷൻ പറയുന്നത്. അറ്റ് ദ ടെമ്പറേച്ചർ ഓഫ് മെൽറ്റിംഗ് ഓഫ് ഐസ്. അറ്റ് 0 ഡിഗ്രി സെൽഷ്യസ് എന്നല്ല പറയുന്നത്, അറ്റ് ദ ടെമ്പറേച്ചർ ഓഫ് മെൽറ്റിംഗ് ഐസ്. കാരണം ഈ വേർഡുകൾക്കൊക്കെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇതൊക്കെയാണ് ഇപ്പോൾ PSC ക്വസ്റ്റ്യൻ ഇടുന്ന കാര്യങ്ങൾ. മെൽറ്റിംഗ് ഓഫ് ഐസ് എത്ര ഗ്രാം? 14.4521 ഗ്രാം ആൻഡ് ക്രോസ് സെക്ഷൻ ഏരിയ 1 സ്ക്വയർ mm ആൻഡ് ഇറ്റ്സ് ലെങ്ത് 106.3 സെൻറ്റിമീറ്റർ. ദെൻ അതേപോലെ നമ്മൾ ആംബിയറിൻ്റെ ഡെഫിനിഷൻ എടുക്കുക. ആംബിയർ ഡെഫിനിഷൻ എടുത്തു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ അൺവാരിയിങ് കറണ്ട് വിച്ച് ഈസ് ദ DC current flowing which when passes through a solution of silver nitrate in water. Deposit silver at the rate of 1.118 milligram per second at the cathode. അതായത് ഒരു ഡി സി കറണ്ട് പാസ് ചെയ്യുന്നു ത്രൂ സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ. സിൽവർ നൈട്രേറ്റ് വാട്ടർ സൊല്യൂഷനിൽ ഡി സി കറണ്ട് പാസ് ചെയ്യുന്നു. ദെൻ ആൻ ആംബിയർ ഈസ് ദ ആ സിൽവർ സൊല്യൂഷനകത്ത്, സിൽവർ നൈട്രേറ്റ് സൊല്യൂഷനകത്ത് അതിൻ്റെ കാഥോഡിൽ 1.118 മില്ലിഗ്രാം ഒരു സെക്കൻഡിനകത്ത് 1.118 മില്ലിഗ്രാം സിൽവർ ഡെപ്പോസിറ്റ് ചെയ്യും. ആ റേറ്റിന് പറയുന്ന പേരാണ് ആംബിയർ എന്ന് പറയുന്നത്. പക്ഷേ ഇതിനകത്ത് നിങ്ങൾ അത്രയും ഫുള്ളായിട്ട് കാരണങ്ങൾ ഓർത്തിരിക്കണം എന്ന് ഞാൻ വാശി പിടിക്കുന്നില്ല. അറ്റ്ലീസ്റ്റ് ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, ആംബിയർ ഈസ് റിലേറ്റഡ് ടു സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ. ഓം ഈസ് റിലേറ്റഡ് ടു മെർക്കുറി.
എ കോളം ഓഫ് മെർക്കുറി. ഇതെങ്കിലും ഓർത്തിരിക്കുക. ഇത് ഓർത്തിരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാക്കിയുള്ളത് കിട്ടും. ഈ 14.451 106.3 ഒക്കെ അത്രയും ഹയർ ലെവലിൽ ചോദിക്കാം, അത്രയും ടഫസ്റ്റ് എക്സാം ആണെങ്കിൽ ചോദിക്കുന്ന വാല്യൂസാണ്. ഒരു മീഡിയം ലെവലൊന്നും ആ വാല്യൂസ് ചോദിക്കാറില്ല, ബട്ട് അത്രയും ടഫസ്റ്റ് ലെവൽ വരികയാണെങ്കിൽ മാത്രം ചോദിക്കുന്ന വാല്യൂസാണ്. സോ സിൽവർ നൈട്രേറ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ് നമ്മുടെ ആംബിയർ, മെർക്കുറിയുമായി ബന്ധപ്പെട്ടാണ് നമ്മുടെ ഓം എന്ന് പറയുന്നത്. സോ 1 ആംബിയർ ഈസ് ദ unvarying current which passes through a solution of silver nitrate in water, deposits silver at the rate of 1.118 milligram per second at the cathode. Then international volt. International volt എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻ്റർനാഷണൽ ഓമും ഒരു ഇൻ്റർനാഷണൽ ആംബിയറുള്ള ഒരു കണ്ടക്ടറിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ നമ്മൾ പറയുന്നവരാണ് ഇൻ്റർനാഷണൽ വോൾട്ട് എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് 1 ആംബിയറും 1 ഇൻ്റർനാഷണൽ ആംബിയറും 1 ഇൻ്റർനാഷണൽ ഓമുള്ള ഒരു കണ്ടക്ടറിൻ്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസ്, ദാറ്റ് ഈസ് എ 1 വോൾട്ട്. അപ്പോൾ ഇത് സാധാരണ അങ്ങനെ ചോദിക്കാറില്ല. പക്ഷേ 1 ഇൻ്റർനാഷണൽ വോൾട്ട് ഇസ് ഈക്വൽ ടു ഹൗ മെനി വോൾട്ട്, അത് ചോദിക്കാറുണ്ട്. 1 ഇൻ്റർനാഷണൽ വോൾട്ട് ഇസ് ഈക്വൽ ടു 1 ഇൻ്റർനാഷണൽ വോൾട്ട് ഇസ് ഈക്വൽ ടു 1.00049 volt. 1 international volt is equal to 1.00049 volt. ഈ വാല്യൂ ഓർത്തിരിക്കുക. ഈ വാല്യൂ പലതവണ ചോദിച്ചതാണ്. സോ ഇതാണ് ഇൻ്റർനാഷണൽ ഓമും ഇൻ്റർനാഷണൽ ആംബിയർ ഇൻ്റർനാഷണൽ വോൾട്ട് എന്ന് പറയുന്ന 3 ടേം. ഈ 3 ടേം നമ്മളുടെ PSC പലതവണ ചോദിച്ച ടേമാണ്. ദ നെക്സ്റ്റ് വൺ, quantity of electricity. Quantity of electricity. എന്താണ് ക്വാണ്ടിറ്റി? ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി. ക്വാണ്ടിറ്റി, എമൗണ്ട്. എത്രയാണ് അതിൻ്റെ എമൗണ്ട്? വാട്ട്സ് ദ റേറ്റ് ഓഫ് ദറ്റ് ഫ്ലോ? ഫ്ലോ ചെയ്യുന്ന കറണ്ടിൻ്റെ റേറ്റ് എത്ര എന്ന് എക്സ്പ്രസ് ചെയ്യുന്ന ടേമാണ് ക്വാണ്ടിറ്റി ഓഫ് കറണ്ട്. ദ ക്വാണ്ടിറ്റി ഓഫ് കറണ്ട് ഈസ് കോൾഡ് കൂളും. ക്വാണ്ടിറ്റി ഓഫ് കറണ്ട് ഈസ് കോൾഡ് കുളും. കുളും എന്ന് പറയുന്നത് ചാർജിൻ്റെ യൂണിറ്റ് ആണ്. ഇറ്റ് ഇസ് എ ക്വാണ്ടിറ്റി ഓഫ് കറണ്ട്. കഴിഞ്ഞ ഒരു ഇലക്ട്രീഷ്യൻ PSC എക്സാമിന് ചോദിച്ചതാണ്, വാട്ട് ഈസ് ദ യൂണിറ്റ് ഓഫ് ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി? വാട്ട് ഈസ് ദ യൂണിറ്റ് ഓഫ് ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി? അതിൽ ഫസ്റ്റ് ഓപ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആംബിയർ ആണ്. ഫസ്റ്റ് ഓപ്ഷൻ ആംബിയർ ആണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് വാട്ട് ഈസ് ദ യൂണിറ്റ് ഓഫ് ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി? വാട്ട് ഈസ് ദ യൂണിറ്റ് ഓഫ് ക്വാണ്ടിറ്റി എന്ന് പറയുന്ന വാക്ക് നമ്മൾ പലപ്പോഴും കാണാതെ പോകും. നമ്മൾ വേറെ നമുക്ക് കാണാം, ഇലക്ട്രിസിറ്റിയാണ്. ഫസ്റ്റ് ഓപ്ഷൻ എന്താണ്? ആംബിയർ ആണ്. ഇടത്തും കുത്തും. റോങ് ആൻസർ. യു ഷുഡ് റീഡ് ദ ക്വസ്റ്റ്യൻ കെയർഫുള്ളി. സോ ദ ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി ഈസ് ദ യൂണിറ്റ് ഓഫ് ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി ഈസ് കൂളും. എത്രയാണ് അതിൻ്റെ റേറ്റ്? വാട്ട് ഇസ് ദ യൂണിറ്റ് ഓഫ് കറണ്ട് ആണ് ആംബിയർ എന്ന് പറയുന്നത്. വാട്ട് ഇസ് ക്വാണ്ടിറ്റി ഓഫ് കറണ്ട് അല്ലെങ്കിൽ ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി? ദാറ്റ് ദ യൂണിറ്റ് ഈസ് കൂളും. അതായത് ഒരു സെക്കൻഡിൽ ഫ്ലോ ചെയ്യുന്ന കറണ്ടിൻ്റെ റേറ്റിനെ പറയുന്ന പേരാണ് ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി. ഒരു സെക്കൻഡിൽ എത്ര കറണ്ട് ഫ്ലോ ചെയ്യും? ദാറ്റ് ഈസ് കോൾഡ് ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി, വിച്ച് ഇസ് Q, ചാർജ്. ഓർ ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി ഈസ് ഈക്വൽ ടു I into T. ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി ഈസ് ഈക്വൽ ടു I into T. അപ്പോൾ നിങ്ങൾ നോക്കുക, ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി റെപ്രസെൻറ്റ് ചെയ്യുന്നത് കുളും എന്ന് പറഞ്ഞ യൂണിറ്റിലാണ്. അതേപോലെ ഇതിന് വേറൊരു യൂണിറ്റും കൂടി ഉണ്ട്. അതെങ്ങനെയാണെന്നുള്ളത് ഈ ഇക്വേഷൻ തന്നെ എടുക്കുക. കറണ്ടിൻ്റെ യൂണിറ്റ് ആംബിയർ, ടൈമിൻ്റെ യൂണിറ്റ് സെക്കൻഡ്, ആംബിയർ സെക്കൻഡ്. ആ സെക്കൻഡിൻ്റെ അടുത്ത കുറച്ചുകൂടി ഹയർ യൂണിറ്റാണ് ആംബിയർ മീറ്റർ, ആംബിയർ മിനിറ്റ്. ആംബിയർ മിനിറ്റ്. മിനിറ്റിൻ്റെ ഹയർ യൂണിറ്റാണ് ഹവർ, ആംബിയർ ഹവർ. ഈ ആംബിയർ ഹവർ എന്ന് പറയുന്ന വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ദ കപ്പാസിറ്റി ഓഫ് എ ബാറ്ററി. ബാറ്ററിയുടെ റേറ്റിംഗ് നമ്മൾ ആംബിയർ ഹവറിലാണ് പറയാം. 10 ആംബിയർ ഹവർ, 1 ആംബിയർ ഹവർ. സോ ആംബിയർ ഹവർ എന്ന് പറയുന്നത് വിച്ച് റെപ്രസെൻറ്റ്സ് ദ ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി. ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി റെപ്രസെൻറ്റ് ചെയ്യുന്ന ടേമാണ് ആംബിയർ ഹവർ എന്ന് പറയുന്ന ടേം. സോ ഇറ്റ്സ് യൂണിറ്റ് ഈസ് കൂളം. അപ്പോൾ ഇത്രയാണ് ഒരു ഇലക്ട്രിക്കൽ സർക്യൂട്ടിലെ ബേസിക് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. ഇതിൻ്റെ കൂടെ ഇനി ഒരു കാര്യം കൂടെ നമുക്ക് പറയാനുണ്ട്, വിച്ച് ഈസ് ടൈപ്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട്. 2 ഇലക്ട്രിക് കറണ്ടുകൾ നമുക്കുണ്ട്. ഒന്ന് ആൾട്ടർനേറ്റിംഗ് കറണ്ടും രണ്ടാമത്തത് ഡയറക്റ്റ് കറണ്ടും. ഞാൻ തൊട്ട് മുമ്പേ ഡെഫിനിഷൻ പറഞ്ഞ സമയത്ത് അൺവാരിയിങ് കറണ്ട് എന്ന് പറഞ്ഞത്. അപ്പോൾ എന്താണ് ആൾട്ടർനേറ്റിംഗ് കറണ്ട്, എന്താണ് ഡയറക്റ്റ് കറണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആൾട്ടർനേറ്റിംഗ് കറണ്ട് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ
ആൾട്ടർനേറ്റിംഗ് കറണ്ട് എന്ന് പറയുന്നത് നമ്മളുടെ കറണ്ടിൻ്റെ വാല്യൂ ടൈമിനനുസരിച്ച് ചേഞ്ച് ചെയ്യാമെന്ന് വിചാരിക്കാം. ഞാനിപ്പോൾ 0 സെക്കൻഡ് എടുക്കുന്നു, 1 ആംപിയർ കറണ്ടാണ്. അടുത്ത സെക്കൻഡിൽ ആ കറണ്ടിൻ്റെ വാല്യൂ 2 ആംപിയർ ആണ്. അടുത്ത സെക്കൻഡിൽ ആ കറണ്ടിൻ്റെ വാല്യൂ 3 ആംപിയർ ആണ്. 4ാമത്തെ സെക്കൻഡിൽ ആ കറണ്ടിൻ്റെ വാല്യൂ വീണ്ടും 2 ആംപിയർ ആയി. 5ാമത്തെ സെക്കൻഡിൽ അത് 1 ആംപിയർ ആയി. 6ാമത്തെ സെക്കൻഡിൽ അത് 0 ആയി. 7ാമത്തെ സെക്കൻഡിൽ അത് -1 ആംപിയർ ആയി. 8ാമത്തെ സെക്കൻഡിൽ അത് -2 ആംപിയർ ആയി. 9ാമത്തെ സെക്കൻഡിൽ അത് -3 ആംപിയർ ആയി. ഇങ്ങനെ കറണ്ടിൻ്റെ വാല്യൂ വേരി ചെയ്തുകൊണ്ടിരിക്കും. ഞാനിപ്പോൾ ഇതൊരു ഗ്രാഫായിട്ട് വരച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ 1, 2, 3, 4 എന്ന് പറഞ്ഞ് മേലെ വരും, പിന്നെ താഴോട്ട് വരും, പിന്നെ മേലോട്ട് വരും. ഇതാണ് ഒരു ആൾട്ടർനേറ്റിംഗ് കറണ്ട്. ആൾട്ടർനേറ്റ് ആയിട്ട് നമുക്ക് കറണ്ട് വരണം. ആൾട്ടർനേറ്റ് ആയിട്ട് കറണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ വേരി ചെയ്താൽ മാത്രം പോരാ, ഒന്ന് പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും കറണ്ട് എന്ത് ചെയ്തുകൊണ്ടിരിക്കണം, മാറി ചെയ്തുകൊണ്ടിരിക്കണം. കറണ്ട് പോസിറ്റീവ് വാല്യൂസ് വരിക, പിന്നെ നെഗറ്റീവ് വാല്യൂസ് വരിക, പോസിറ്റീവ് വരിക, പിന്നെ നെഗറ്റീവ് വരിക. അത് ഏത് ഷേപ്പിൽ വേണമെങ്കിലും വരാട്ടോ. നിങ്ങൾ നോർമലി ആൾട്ടർനേറ്റിംഗ് കറണ്ട് എന്ന് പറയുന്നത് നമ്മൾ വരയ്ക്കുന്ന ഏതാണ്, സൈൻ വേവ് ആണ്. എന്തുകൊണ്ട് സൈൻ വേവ് വരയ്ക്കുന്നു എന്നുള്ളത് നമുക്ക് ആൾട്ടർനേറ്റിംഗ് കറണ്ടിൽ നോക്കാം. സോ ആൾട്ടർനേറ്റിംഗ് കറണ്ട് എന്ന് പറഞ്ഞാൽ സിമ്പിളി ഇത്ര മീനിങ് ഉള്ളൂ. അതിൻ്റെ വാല്യൂ വേരി ചെയ്തിരിക്കുകയും വേണം. ആ വാല്യൂ വേരി ചെയ്യുന്നത് അതിന് പോസിറ്റീവ് വാല്യൂസും വേണം, നെഗറ്റീവ് വാല്യൂസും വേണം. ആ രീതിയിലുള്ള കറണ്ടിനെയാണ് ആൾട്ടർനേറ്റിംഗ് കറണ്ട് എന്ന് പറയുന്നത്. ബട്ട് ഡയറക്റ്റ് കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 സെക്കൻഡ് ആയാലും 1 സെക്കൻഡ് ആയാലും 2 സെക്കൻഡ് ആയാലും അടുത്ത സെക്കൻഡിലും എപ്പോഴും അതിന് ഒരു പർട്ടിക്കുലർ വാല്യൂ തന്നെ ആയിരിക്കും ഉണ്ടാവുക. 2 ആംപിയർ ആണെങ്കിൽ 2 ആംപിയർ കണ്ടിന്യൂസ് ആയിട്ട് ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കും. ദാറ്റ് ഈസ് കോൾഡ് ഡയറക്റ്റ് കറണ്ട്. ആ ഡയറക്റ്റ് കറണ്ടിൻ്റെ ഗ്രാഫ് നമ്മൾ ഈ രീതിയിലാണ് നമ്മൾ വരച്ചുകൊണ്ടിരുന്നത്. സോ ദിസ് ഇസ് ദ ആൾട്ടർനേറ്റിംഗ് കറണ്ട് ആൻഡ് ദിസ് ഇസ് ദ വേരിയിങ് DC ഡയറക്റ്റ് കറണ്ട്. DCയെ പറയുന്ന മറ്റൊരു പേരാണ് അൺവേരിയിങ് കറണ്ട്. അൺവേരിയിങ് കറണ്ട് എന്ന് പറഞ്ഞ് വാരി ചെയ്യാത്തൊരു കറണ്ട്. ഇറ്റ്സ് എ കോൺസ്റ്റൻറ്റ് കറണ്ട്. ആ പർട്ടിക്കുലർ വാല്യൂ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് തന്നുകൊണ്ടിരിക്കും. സോ ദാറ്റ്സ് എ കോൺസ്റ്റൻറ്റ് കറണ്ട്, അൺവേരിയിങ് കറണ്ട്. ആ അൺവേരിയിങ് കറണ്ടിനെയാണ് നമ്മൾ ഡയറക്റ്റ് കറണ്ട് എന്ന് പറയുന്നത്. ബട്ട് വാല്യൂ ചേഞ്ച് ചെയ്യുന്ന കറണ്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ആൾട്ടർനേറ്റിംഗ് കറണ്ട് എന്നും പറയുന്നത്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദ elements of electrical circuit. Thank you.